മൻമോഹൻ സിംഗ് ഒറ്റയ്ക്കാണ്. അതായത് മൻമോഹൻ സിംഗ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് മുന്നോട്ട് പോകുന്നത്. പിൽക്കാലത്ത് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ശ്രീ ടി കെ നായർ അങ്ങയോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഇടതു നേതാക്കൾ MP-മാർ പിന്തുണ പിൻവലിച്ചാൽ എന്താകും എന്നൊരു ആശങ്ക അദ്ദേഹത്തെ എപ്പോഴെങ്കിലും അലട്ടിയിരുന്നു. അഥവാ ഇടതു നേതൃത്വം ചെയ്തത് ചതിയായിരുന്നു എന്തെങ്കിലും നിലപാട് ഈ മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു? ആണവ കരാറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു സമയത്തും ഒരു നിമിഷം പോലും അതിനെ ചെയ്തത് തെറ്റായിപ്പോയി എന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്നോ വിചാരിച്ചിരുന്നിട്ടില്ല. തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം ആ കാലത്ത് CPM-ൻ്റെ വലിയ അനിഷേധ്യ നേതാവായിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും സ്വീകരിച്ചിരുന്നു ആ സമയത്ത്. പിന്നീടാണല്ലോ അദ്ദേഹം പുറത്താവുന്നത് ആ സാഹചര്യത്തിൽ. അതെ. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷത്തിൽ നിന്നും ആണവ കരാറിനെതിരായി ശബ്ദം ഉയർത്തിയ സമയത്തും അത് തൻ്റെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ അതിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസരത്തിലും ഒരിക്കലും അദ്ദേഹത്തിന് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഇല്ല. ഈ പിന്നീട് ഇന്ത്യയുടെ ന്യൂക്ലിയർ അപ്പാർട്ടൈറ്റിനെ മാറ്റിയെടുക്കും. ഓക്കെ, ഇന്ത്യയുടെ ന്യൂക്ലിയർ അപ്പാർട്ടൈറ്റിൽ നിന്നും ഇന്ത്യയെ കേൾക്കാം. നമ്മൾ രണ്ട് സ്ഥലത്തായതുകൊണ്ട് ഈ ചെറിയൊരു സമയവ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. അങ്ങ് തുടർന്നോളൂ, അങ്ങ് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ചോദിക്കും. ആണവ കരാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിക്ക് യാതൊരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യമായ കാര്യമാണ് അത്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇന്ത്യക്ക് ഉള്ള സ്ഥാനത്തിനും കൂടെ ഉതകുന്നതാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹവും അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബുഷും മൻമോഹൻ സിംഗും തമ്മിലുള്ള ധാരണ അതിൽ വളരെ വളരെ സഹായകരമല്ല, അതിൻ്റെ അടിസ്ഥാനം തന്നെ അതായിരുന്നു. ഇന്നും നമ്മൾ പിന്തുടരുന്നത് അതേ പാതയാണ് എന്നതും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ദീർഘവീക്ഷണമുണ്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന് നിശ്ചയമാണ് അങ്ങ് പറഞ്ഞതുപോലെ. ഒരു കാര്യം കൂടി, അതിനുശേഷം ഈ രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ് വലിച്ചു കീറുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നല്ലോ. നമ്മളൊക്കെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ആ കാലഘട്ടത്തിൽ നോക്കുന്നുണ്ടായിരുന്നു വിഷ്വൽ മീഡിയയിലൂടെ. ഒരു പരീക്ഷീണിതനായ ഒരു നേതാവിൻ്റെ ഒരു മുഖമുണ്ടായിരുന്നു ആ സമയത്ത്. അതായത് രണ്ടാം UPA സർക്കാർ വരുന്നു, 2013 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സുപ്രീം കോടതി ഉത്തരവിനെ മറികടക്കാൻ ആ ഓർഡിനൻസ് വരുന്ന ഘട്ടത്തിലൊക്കെ അന്ന് രാഹുൽ ഗാന്ധി ആ ഓർഡിനൻസ് വലിച്ചു കീറി കളയുമ്പോൾ എല്ലാവരും കരുതി ഒരുപക്ഷെ അദ്ദേഹം രാജിവെച്ചു പോകും എന്ന് കരുതി. ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം ക്ഷീണിതനാക്കപ്പെട്ടിരുന്നു രാഷ്ട്രീയമായി. ഡോക്ടർ ടി കെ നായർ, ആ സംഭവത്തിൽ അദ്ദേഹം കുറച്ച് അസ്വസ്ഥനായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും ആ സമയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ തുടരണമോ എന്ന് തന്നെയുള്ള ചിന്തയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് പല അവസരങ്ങളിലും അദ്ദേഹം പറയുമായിരുന്നു, ഇത് എൻ്റെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രസ്റ്റീജിൻ്റെ കാര്യമല്ല, ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനുള്ള കാര്യമാണ്, രാജ്യത്തെ സർക്കാരിൻ്റെ നിലനിൽപ്പിനുള്ള കാര്യമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അഭിമാനത്തിന് എതിരായി അല്ലെങ്കിൽ അതിനെ എന്താ പറയുക ബാധിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു തരത്തിൽ കണ്ടിരുന്നിരിക്കാം. പക്ഷേ തീർച്ചയായും ആ സമയത്തും അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ മന്ത്രിസഭയുടെ നിലനിൽപ്പിൻ്റെ കാര്യവും ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് കാരണം ആ താൽക്കാലികമായി അദ്ദേഹത്തിന് തോന്നിയ ആ വികാരങ്ങളെ അദ്ദേഹം വളരെ ശക്തമായി മറികടന്നു. കൂടുതൽ ഊർജ്ജസ്വലതയോടും കൂടി രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹം മുന്നോട്ട്